ആ കുട്ടികളൊക്കെ പരിചയപ്പെടുന്നത് എന്താണ്? വഹാബി ദീനാണ്. അവരുടെ ഉമ്മ വഴിയോ ഉമ്മ കുടുംബം വഴിയൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമ്മളത് മനസ്സിലാക്കി. ആ സയ്യിദിനെ നമ്മൾ അവമതിക്കേണ്ടതുണ്ടോ? ഒരിക്കലും ഇല്ല. ആ സയ്യിദന്മാരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷെ നിലപാടിൽ പറ്റൂല. നമ്മൾ സുന്നികളാണ്, നിങ്ങൾ വെള്ളം ചേർക്കപ്പെട്ടു പോയി, ഞങ്ങളെ നമുക്ക് മുന്നിൽ നിർത്താൻ പറ്റൂല. നിങ്ങൾ വഹാബി ആയാലും വേണ്ടില്ല, നിങ്ങൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. നിങ്ങൾ വഹാബി നിൽക്കെന്റെ എന്താണ് KM മൗലവിയുടെ പുസ്തകം നിങ്ങൾ പ്രസിദ്ധീകരിച്ചാലും വേണ്ടില്ല, അത് പ്രകാശനം ചെയ്താലും വേണ്ടില്ല, ഉദ്ഘാടനങ്ങൾ തന്നെ എന്ന് പറയുന്നത് അത് ദുനിയാവ് എന്നതിന് പറയാം, ദീന് എന്ന് പറയില്ല. അത് പറയാനുള്ള അണ്ടിയുറപ്പില്ലാത്ത കാലത്തോളം നിങ്ങൾ 4600 കോടി പിരിച്ചാലും നിങ്ങൾ വമ്പൻ പരാജയമാണ്. പമ്പര വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളാണെന്ന് അടുത്ത ജനത പറയും. നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ കക്കൂസിന്റെ അടിക്ക് ഇറങ്ങിപ്പോ എന്ത് പണടോ? പണാണോ വലിപ്പത്തരം? നിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ വഹാബികളും അർദ്ധവഹാബികളും ആണെങ്കിൽ നിന്റെ ഐഡന്റിറ്റിക്ക് എന്ത് വിലയുള്ളത്? നീ 46,000 കോടി പിരിച്ചിട്ട് എന്താ കാര്യം? അതൊക്കെ ഫിത്നന്റെ സാധനമല്ലേ? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ വഫിത്നതു ഉമ്മത്തി അൽമാൽ എന്ന് പുണ്യ റസൂൽ. ഏതൊരു സമുദായത്തിനും നാശത്തിനൊരു ഹേതു ഉണ്ടാവും. വഫിത്നതു ഉമ്മത്തി അൽമാൽ, എന്റെ സമുദായത്തിന്റെ നാശഹേതു പണമായിരിക്കും. എന്നിട്ട് അതിൽ അഭിമാനിക്കുക. നിങ്ങൾക്ക് ഇത്ര വലിപ്പുണ്ടല്ലോ. അല്ല, നിങ്ങളൊക്കെ ഇത്ര വലിപ്പുണ്ടല്ലോ. നിങ്ങൾ ഒരു കരിക്കഷ്ണം എടുത്തിട്ട് ചുമരുമ്പോൾ നേരെ നിന്നിട്ട് ഒന്ന് വരക്കുക. നമ്മളെ വലിപ്പത്തരം നമ്മൾ കോടികൾ പിരിച്ചതാണ് എന്ന് പറയുന്ന വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളാണടാ. അടുത്ത തലമുറ പറയും പമ്പര വിഡ്ഢികളായിരുന്നു വരും. നിലക്ക് നിർത്തേണ്ടവരെ നിലക്ക് നിർത്താൻ കഴിയാത്ത, അതാണ് ഒരു കൂട്ടായ്മയുടെ ഐഡന്റിറ്റി. അതാണ് ആ കൂട്ടായ്മയുടെ മികവ്. ഇനി കഴിയാത്ത കാലത്ത് എനിക്ക് ഇവരോട് ഒന്നും ഇവരോടല്ല, ദീനിവിടെ നയിക്കാൻ പോവാണ്. ദീൻ നശിക്കും. ഈ നിലക്ക് പോയാൽ ദീൻ നശിക്കും. നമ്മൾ സുന്നികളാണ്. ലോകത്ത് മറ്റേത് സുന്നികളെ പോലെയല്ല നമ്മൾ സുന്നികൾ. നമ്മൾ മലബാറിലെ സുന്നികളാണ്. മലബാറിലെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ആ കടുകട്ടി പാരമ്പര്യ ഇസ്ലാമിനെ അങ്ങനെ തന്നെ നിലനിർത്തിയ സുന്നികളാണ്. അതങ്ങനെ തന്നെ, അതിൽ യാതൊന്നും ഇല്ല.